91.5 FM ആകാശവാണി കണ്ണൂർ. ആകാശവാണി കണ്ണൂർ കുട്ടികളുടെ പരിപാടി ആരംഭിക്കുന്നു. കിളിക്കൂട്ടം. തളാപ്പ് ഇസത്തുൽ ഇസ്ലാം MLP സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് നമ്മളോടൊപ്പം. ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നവർ അമീന ഫിദ, ഹൻഫ മറിയം, ഫാത്തിമത്ത് സൽവ, ഫാത്തിമ ഷഹാന, ഷഹ്സ ഫാത്തിമ, ആയിഷ BK, സൻഹ മെഹബി എന്നിവർ. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇന്ത്യയുടെ മണ്ണിൽ പിറന്നവർ നമ്മൾ, ഇതിഹാസമധുരം നുണഞ്ഞവർ നമ്മൾ, ഇളനെഞ്ചിൽ ആനന്ദ ശ്രുതി ചേർത്തു പാടാം വന്ദേ മാതരം. സ്വാതന്ത്ര്യ മധുരം നുണഞ്ഞവർ നമ്മൾ, അഭിമാനസാരം അറിഞ്ഞവർ നമ്മൾ, ഇമ കൂട്ടിടാതച്ച മനസ്സോടെ പാടാം വന്ദേ മാതരം. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. അന്തരംഗങ്ങളിൽ അഭിമാനമോടെ ഇന്ത്യ തൻ തിരുമുന്നിൽ ഭയഭക്തിയോടെ ശ്രുതി ചേർത്തു നിത്യം ഒരുമിച്ചു പാടാം വന്ദേ മാതരം വന്ദേ മാതരം. വൈരങ്ങളില്ലാതെ സമഭാവമോടെ വളരണമതിനായി ഒരുമിച്ചു ചേരാൻ കൈകൂപ്പി നിത്യം നിറവോടെ പാടാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇന്ത്യയുടെ മണ്ണിൽ പിറന്നവർ നമ്മൾ, ഇതിഹാസമധുരം നുണഞ്ഞവർ നമ്മൾ, ഇടനെഞ്ചിൽ ആനന്ദ ശ്രുതി ചേർത്തു പാടാം വന്ദേ മാതരം. സ്വാതന്ത്ര്യ മധുരം നുണഞ്ഞവർ നമ്മൾ, അഭിമാനസാരം അറിഞ്ഞവർ നമ്മൾ, ഇവ കൂട്ടിടാതച്ച മനസ്സോടെ പാടാം വന്ദേ മാതരം. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഹിമവാന്റെ നെറുകിലെ മേഘങ്ങൾ പോലെ, കന്യാകുമാരി കടൽ തിരകൾ പോലെ, ആകാശമറിയുവാൻ ഒരുമിച്ചു പാടാം വന്ദേ മാതരം വന്ദേ മാതരം. പരിപൂർണ സംഗീത സ്വരധാരയോടെ, പ്രാചീന സംസ്കൃതി തുടിതാളമോടെ, സ്മരണയ്ക്കു ഗതിവേഗമേകുവാൻ പാടാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇന്ത്യയുടെ മണ്ണിൽ പിറന്നവർ നമ്മൾ, ഇതിഹാസമധുരം നുണഞ്ഞവർ നമ്മൾ, ഇടനെഞ്ചിൽ ആനന്ദ ശ്രുതി ചേർത്തു പാടാം വന്ദേ മാതരം. സ്വാതന്ത്ര്യ മധുരം നുണഞ്ഞവർ നമ്മൾ, അഭിമാനസാരം അറിഞ്ഞവർ നമ്മൾ, ഇമ കൂട്ടിടാതച്ച മനസ്സോടെ പാടാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. കിളിക്കൂട്ടം കിളിക്കൂട്ടം. ഇനി ശ്രീജിത്ത് തൊണ്ടയാട് എഴുതിയ കൂട്ടുകാരൻ എന്ന കവിത. പാടുന്നത് ഫാത്തിമത്ത് സൽവ. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല
ഇവനെന്റെ ജാതിയല്ല. ഭേദങ്ങളതിരിട്ട കെട്ടകാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. കൂട്ടായതെന്നെനിക്കറിയില്ല കരളി, കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ. ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ. പന്തു കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടുമരുതെന്നു ചൊല്ലിടുവോൻ. പങ്കിട്ടെടുക്കലിൽ പാഠം പഠിപ്പിച്ച പുണ്യമാമോർമ്മയൻ കൂട്ടുകാരൻ. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല. ഭേദങ്ങളതിരിട്ട കെട്ടകാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. പല നിറമുള്ള കൊടികൾക്ക് കീഴണം പണി തീർത്തു സൗഹൃദ സ്വപ്ന സൗധം. ഇൻക്വിലാബിന്റെ മുറക്കമൊഴിഞ്ഞപ്പോൾ ഇലവച്ചു നാമുണ്ടു സൗഹൃദച്ചോർ. സ്വപ്നത്തിലേക്കുള്ള വഴിയിലൻ പാർട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും. അതിരു കെട്ടി തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ എന്റെ നഷ്ടസ്വർഗം. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല. ഭേദങ്ങളതിരിട്ട കെട്ടകാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. ജാതി മതങ്ങളും പ്രത്യയശാസ്ത്രവും ജലമൂറ്റി വിണ്ടൊരീ മരുഭൂമിയിൽ മരുപ്പച്ചയായി നറു സ്നേഹത്തിനുറവയായി എത്തുമോ നീ എന്റെ കൂട്ടുകാരാ. മരുപ്പച്ചയായി നറു സ്നേഹത്തിനുറവയായി എത്തുമോ നീ എന്റെ കൂട്ടുകാരാ. നമ്മിലൂറുമോ വീണ്ടുമാ സൗഹൃദത്തെ. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല. ഭേദങ്ങളതിരിട്ട കെട്ടകാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. കിളിക്കൂട്ടം കിളിക്കൂട്ടം. അടുത്തത് ഫൈസാൻ ഫൈസൽ പാടുന്ന ഒരു അറബി കവിത. ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലൂൻ. ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലൂൻ. ഫാസദൽ അബ്നാഉ ഹഖൻ حولنا مسكرات فاجرات ظللا. ربنا نجيتنا في أرضك عيش رغد وحنان لا ملل. خوينا الأولاد عدما رأفتي قلبه من سكر كثير مفسدا. إن أولادا بنات أهلكوا غير عدل ما بهد هالكا.
فتاة ذللوا بإرضهم دون لطف وحياء مذمنا كم بنات ضيعوا من بيتنا بانتحار ما بسبب قتلا بعدما قد عوقعوا بغفلة قتلوهم من نعام ظالمين يا شباب القوم هيا انهضوا ظلم كسر بالجهاد ندفعوا يا صحابي كيف نحيي هاهنا مزق الأنهاء ظلما سلسلا كيف ننجو هالكات فاسدا بدل الحكام آلا شرعنا كل يوم هدموا أبواءنا من دموع في عيون دائما كم مداريسا لهم قد أحذروا دعوة طوعية من مفسدا ربنا ندعوك كل الوقت من ننجنا من كارثات نازلا ربنا ندعوك كل الوقت من ننجنا من كارثات نازلا കിളിക്കൂട്ടം കിളിക്കൂട്ടം ഇനി ഒരു മോണാക്ടാണ്. ഫൈഹ അവതരിപ്പിക്കുന്നു. നമസ്കാരം. ഞാനാ കൊന്നെ എന്റെ പൊന്നുമകളെ ഈ ഞാനാ കൊന്നെ. നിയമമൂലം നിരോധിച്ചിട്ടും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത്, അതുമൂലം ക്രൂരമായി ജീവഹാനം സംഭവിച്ച ഞങ്ങളുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുറച്ചു മാസങ്ങൾക്ക് ശേഷമുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. അയ്യോ മോളെ, ഞാൻ നിന്റെ അടുത്തല്ലേടി പറഞ്ഞത് ഇന്ന് കോളേജിൽ പോണ്ടാന്ന്. ഇന്നാണ് നിന്നെ കാണാൻ ആ ചെറുക്കക്കൂട്ടർ വരുന്നത്. അയ്യോ അമ്മേ, എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ട, എനിക്ക് പഠിക്കണം. ശിവ ഈ പെൺകൊച്ചെന്താ പറയണത്? 18 കഴിഞ്ഞിട്ട് ഈ തറവാട്ടിൽ ആരും നിന്നിട്ടില്ല. ഇപ്പോൾ ഈ ചിങ്ങത്തിൽ 19 തികഞ്ഞു. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ അമ്മ പറയണത്? ചെക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനാ. ഈ കല്യാണം കഴിഞ്ഞിട്ടാൽ ഞങ്ങളുടെ ഭാഗ്യമാണ് മോളെ. അതിന്റെ ഇടുക്കി പഠിച്ചതിന്റെ കാര്യമൊന്നും പറഞ്ഞു വരല്ലേ മോളെ. എല്ലേലും പെൺപിള്ളർ പഠിച്ചിട്ടെന്തിനാ വീട്ടു ജോലിയും പിള്ളേരെ നോക്കാനും അറിഞ്ഞാൽ മതി. അപ്പൊ ഞാനോ, എന്റെ സ്വപ്നങ്ങളോ? 2 മാസത്തിന് ശേഷം ഹാവു എല്ലാ ബാധ്യതയും തീർന്നു. കല്യാണം നല്ല ഗംഭീരമായി നടന്നു. ഡ്രീൻ. ഹലോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നും എന്നതല്ലേ അമ്മ, ഞങ്ങൾ കൊടുത്ത സ്വർണവും പണവും എല്ലാം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ്
എന്നും എന്നെ തല്ലി അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? മോളെന്താ പറയണത്? ഇപ്പോൾ തന്നെ ഭർത്താവിനെ വിട്ടുവന്നാൽ ആളുകൾ എന്തു പറയും? അച്ഛനും അമ്മയും ആളുകളെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലായിടത്തും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്നേഹത്തോടെ നിന്നാൽ മതി. ഹലോ അമ്മേ, ഹലോ ഏട്ടി, നീ ആരെയാടി ഫോൺ വിളിക്കുന്ന? ആ ഫോണൊന്ന് കാണിച്ചാട്ടെ. ഓ, നിന്റെ വീട്ടുകാരെ വിളിച്ച് കുറ്റം പറയാനല്ലേ? അവരെന്നെ എന്തുണ്ടാക്കാനാടി? ഇങ്ങോട്ട് വാടി. അയ്യോ ചേട്ടാ, അന്ന് തല്ലല്ലേ ചേട്ടാ. മിണ്ടരുത്, നിന്റെ അടുത്തല്ലടി വരാൻ പറഞ്ഞ. അയ്യോ ചേട്ടാ, ഞാൻ ഒറ്റക്കാണ്. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ഒരാൾക്കും അറിയില്ല. മാറു പിളർന്ന് എന്നെ വാരിപ്പുലകാൻ എന്റെ അമ്മ പൂവി ദേവതയൊന്നല്ലല്ലോ. അട്ടഹാസങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം പേടിക്കുന്ന ഒരു പാവം അമ്മ. ആർക്കും ഭാരമാവാതെ സ്വയം രക്ഷപ്പെടാം. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീധനം മരണം കൂടി. മരിച്ചുപോയ കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? മകൾ മരിച്ചത് കുടുംബത്തിന്റെ അന്തസ്സിനു വേണ്ടി ഈ ഞാനാ കൊന്നേ. പ്രബുദ്ധ കേരളമേ കേൾക്കൂ, ഞങ്ങളുടെ പെൺകുട്ടികൾ ബാധ്യതയല്ല. അവർ പഠിക്കട്ടെ, അവർ പറക്കട്ടെ, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. നന്ദി, നമസ്കാരം. കിളിക്കൂട്ടം കിളിക്കൂട്ടം. തളിർമരച്ചില്ലയിൽ താമസമാണോ? ഇനി ഒരു ലളിതഗാനം. പാടുന്നത് ഷഹാന. തളിർമരച്ചില്ലയിൽ താമസമാണോ തങ്കച്ചിറകുള്ള കൂട്ടുകാരി? തളിർമരച്ചില്ലയിൽ താമസമാണോ തങ്കച്ചിറകുള്ള കൂട്ടുകാരി? കൂടൊന്നു കൂട്ടാതെ കുളിരുള്ള രാത്രിയിൽ എത്ര നാളിങ്ങനെ കാത്തിരിക്കും. തളിർമരച്ചില്ലയിൽ താമസമാണോ തങ്കച്ചിറകുള്ള കൂട്ടുകാരി? ഒന്നിങ്ങ് വരുമോ നീ ഒരു പാട്ടു പാടാൻ? ഒന്നിച്ചിരുന്നൊരു കഥ പറയാൻ. തളിർമരച്ചില്ലയിൽ ആരോമലേ നിന്റെ, തളിർമരച്ചില്ലയിൽ ആരോമലേ നിന്റെ തരളിതമാങ്കാനം കേട്ടുവല്ലോ. തളിർമരച്ചില്ലയിൽ താമസമാണോ തങ്കച്ചിറകുള്ള കൂട്ടുകാരി? കാടുകൾ പൂത്തല്ലോ, മധുമാസം വന്നല്ലോ, കോകില ഗീതങ്ങൾ ഉണർന്നുവല്ലോ. തളിർമരച്ചില്ലയിൽ ആരോമലേ നിന്റെ, തളിർമരച്ചില്ലയിൽ ആരോമലേ നിന്റെ മധുരിതമാം ഗാനം കേട്ടുണർന്നു. തളിർമരച്ചില്ലയിൽ താമസമാണോ തങ്കച്ചിറകുള്ള കൂട്ടുകാരി? കിളിക്കൂട്ടം കിളിക്കൂട്ടം. കിളിക്കൂട്ടത്തിൽ അവസാനമായി ഒരു കഥാപ്രസംഗമാണ്. ചന്ദനക്കട്ടിൽ. പറയുന്നവർ ഖദീജ, ഫാത്തിമത്ത് സൽവ എന്നിവർ. നമസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടിൽ. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ആ കവിത കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ
തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാ കിഴക്കൻ, കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനാ കിഴക്കൻ, കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കാലങ്ങളിൽ കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടന്ന് കൊല്ലണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലായിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ, ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞുടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരെവിടെ? മേനോക്കിയച്ഛനോട് വരാൻ പറയൂ. മേനോക്കിയച്ഛൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടൻ തന്നെ മേനോക്കിയച്ഛനും മേനന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി വാക്കത്തിയും കോടലുമെടുത്ത് തമ്പുരന് ഒച്ചാൻച്ച് തൊയ്തിരിഞ്ഞു. ചന്ദനമരം തേടിയെറിയുന്ന അവരുടെ മുൻപിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ട് കടന്ന പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി, തഴമ്പു കൊണ്ട് കടന്ന പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി. തഴുകി നിന്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാല ഉതിർത്തു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങുകളും വയലുകളും തള്ളി അവർ ഒരരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടിയലയുന്ന അവരുടെ ചെവിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ ഈ പടിയിലേക്കാരും വരേണ്ട നാളെ, തലയും ചുരന്ന് തിരിച്ചു വന്നാൽ തലയോടു കൂടി വിടില്ലൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കവേദപ്പോൾ കയ്യിൽ കണ്ടിരുന്ന പൊതിച്ചോർന്നുവനായി ഒരു അരുവിയുടെ തീരത്തേക്ക് അവിടുന്നു. ഭക്ഷണം കേൾക്കുന്നതിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടേക്ക് നോക്കൂ, എന്താണിത്? അരുവി തൻ വക്കിൽ കുറച്ച കാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പല മരം കണ്ടു തഴക്കമാർന്ന തലവക ശാരീരൻ ചെന്നു നേരെ, ഇടതു കൈപ്പത്തി വിലങ്ങനെ വെച്ച് ഇടത് പുരികം സ്ഫുരിച്ചു നോക്കി. ഇല്ല, ചന്ദനം തന്നെ. ഇത് കേട്ടപ്പാതി അരുവിൽ കൈ കഴുകി എല്ലാവരും ആ ചന്ദനം മറ്റിനരെ കുറിച്ചു. ഒരാൾ ചെറുച്ചില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. അവർ തോർത്തലിൽ കെട്ടി വാക്കത്തിയും കോടാലിയും എടുത്ത് ആ ചന്ദനമറ്റിനരെ ആനയിച്ചപ്പോൾ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടലികൾ പൊങ്ങിയില്ല. അവർ നിന്നിട്ട് നിന്ന് പരസ്പരം നോക്കി. ആരുടേതാണ് ശബ്ദം? എവിടുന്നാണ് ശബ്ദം? ഇനി വല്ല ദേവതയാണോ? ഇനി വല്ല യക്ഷിയും മറ്റുമാണോ? നമുക്ക് തിരിച്ചു പോകാം. ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നു മിഴിച്ചു നോക്കി. തിരുവുള്ള പോരാ ചടച്ചി പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ട് ചെന്നു പോയാൽ തടിയും തലയും പിരിയുമല്ലോ. വരുന്നത് വരട്ടെ, ഞാൻ കേറാം, കൂട്ടത്തിരുത്തൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു.
ഇനി വല്ല ലക്ഷ്യം മറ്റുമാണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി അയൽ വെച്ചോ. മറ്റുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചു വിറച്ച് നെഞ്ചൊയിന് കിതപ്പോടെ ഒരുവിധം അവൻ ആ മരത്തിന്റെ മുകളിൽ എത്തി. പൊത്തിലേക്ക് നോക്കിയപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്യാവ് കൊണ്ട് പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരേ, ഇരുളിനകത്ത് കൊളുത്തിവച്ചോരരുമ കനക വിളക്കു പോലെ, അന്തിത്തുടുമുകിലിൻ നടുവിൽ പൊന്തി വരും കൊച്ചു തായ പോലെ, ചെമ്പട്ടിനുള്ളിൽ മിനുക്കി വച്ച ചെമ്പുറ്റ മാണിക്യക്കല്ലുപോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, ഇരുളിൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ, ചെമ്പകത്തിന്റെ നെറുമുട്ടുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഈ കുട്ടി എങ്ങനെ മരപ്പൊത്തിലെത്തി? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു. ആ മരപ്പൊത്തിയിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ കൊഞ്ചി പോലും. റാഞ്ചി കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാന്ത്രസ്നേഹം തോന്നി. അത് കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ച് വളർത്തി. രാവിലെ കൂടുവിട്ടെറിഞ്ഞാൽ എത്തുന്നതിന് മുൻപ് തന്റെ കുഞ്ഞിനുള്ള കായികനികളുമായി പക്ഷി കൂട്ടിൽ വന്നു ചേരും. ഈ കുട്ടിക്കും സ്വന്തം അമ്മയെ പോലെയായി മാറി ആ പക്ഷി. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുഞ്ഞിന് പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹമില്ലാണ്ടല്ല. പൊത്തിന്ന് പോരുവാനുണ്ട് മോഹം, പോരുവാൻ വയ്യാത്ത രാവു പോലും, നിറകുറ്റ വാത്സല്യമോലും അമ്മ ചിറകിട്ടടിച്ചു മരിക്കും പോലും. അന്തിച്ചുവപ്പിൽ പൊതിരെടുത്ത അമ്പിളിക്കുഞ്ഞിനെ പോലെ കട്യാവ് കൊണ്ട് മൂടി പൊതുക്കിച്ച് കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെ എല്ലാവരും നിലം തൊടിക്കാതെ വാരി പുണർന്നു. തമ്പുരാന്റെ കൽപ്പന ചേർത്ത മേനോക്കേച്ചൻ പറഞ്ഞു, ഇനി മരം മുറിക്കാം. പത്തി പരത്തി പറന്നടുക്കും പാമ്പു പോൽ കോടാലി പൊങ്ങിത്താണു. കടേറ്റ ചന്ദനം തലതിരിഞ്ഞ് ഉടവെച്ചതറി നിലം പതിച്ചു. ഇലകളും ചില്ലകളും കൊത്തിമാറ്റി എല്ലാവരും ചേർന്ന് തടി തോളിലെത്തി ആഹ്ലാദത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ആഹ്ലാദത്തിനിടയിലും എല്ലാവരുടെയും നെഞ്ചിൽ തെല്ലോരാന്തലോടെ ഒരു ചോദ്യം വരുന്നു. ഈ പിഞ്ചുകുഞ്ഞിനെ എന്തു ചെയ്യും? പകൽ ഇവിടെ വാങ്ങി യാത്രയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. തന്റെ കുഞ്ഞിനുള്ള ഭക്ഷണവും ശേഖരിച്ച് വന്നെത്തിയ ആ പക്ഷി കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ചിറകേയോ മമ്മ പറന്നു വന്നു, ചിരകാലം ചന്ദനം നിന്ന ദിക്കിൽ, മരമില്ല കൂടില്ല കുഞ്ഞുമില്ല, മരവിപ്പ് കേറി അതിനുടലിൽ, തല ചുറ്റിടും പോലാത്ത മരത്തിൽ, തറയിൽ കറങ്ങിറങ്ങി വന്നു. ഈശ്വര, ഞാൻ എന്താണ് കാണുന്നത്? എവിടെ നിന്നിരുന്ന് മലവിടെ? എന്റെ കൂടെവിടെ? എന്റെ കുഞ്ഞെവിടെ? ചിറകിട്ടടിച്ച് നിലവിളിച്ച് തകർന്ന ആ അമ്മ ഉള്ളിൽ ഒരു മരക്കൊമ്പിൽ ഉറങ്ങാതെ കഴിച്ചുകൊട്ടി. നിലാവ് പരന്നു തുടങ്ങി. വളരെ ക്ഷീണിതയായി ഉറങ്ങാതിരിക്കുന്ന ആ പക്ഷി നിലാവ് വെളിച്ചത്തിൽ തായി ചോരപ്പാട് പോലെ എന്തു കണ്ടു? എന്താണത്? നലമൂലും അമ്മയ്ക്ക് കണ്ടറിവായി അടയാളമായിട്ട കൊച്ചു പൈതൽ, കട്യാവ് തന്നെത്താൻ പിച്ചിച്ചിന്തി കാടു കഴിവോളമിട്ടിരുന്നു. വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് അടയാളമായി കീറിട്ടിരിക്കുന്ന ആ കട്യാവ് നോക്കി പക്ഷി കുറെ ദൂരം പറന്നു ചെന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ അടയാളവും കാണാതായി. പക്ഷേ കുഞ്ഞിനോടുള്ള അഗാധമായ സ്നേഹമൊന്നുകൊണ്ട് മാത്രം കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്തറിഞ്ഞ് പറന്നെടുക്കുകയാണ് ആ പക്ഷി. അമ്മ തൻ സ്നേഹം മണത്തറിഞ്ഞു, പൊന്മകളെ കൊണ്ട് പോയ മാർഗം, അരമന തന്റെ അടന്നവതിൽ അരികത്തണഞ്ഞതു ചത്തു വീണു. കൊട്ടാരത്തിലേറെ അടന്ന വാതിൽ തട്ടി ആ പക്ഷി ചത്തു വീണു.
പാതി വിടുന്ന കൊക്കുമായി കിടക്കുന്ന അതിന് കണ്ട് കൊട്ടാരം കാവൽക്കാർക്ക് പോലും തൊണ്ടയിറങ്ങി. ചന്ദന ചീരുകൾ കൊണ്ട് ചീതിയൊരുക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് ആ പക്ഷിയുടെ ജഡം വീരോചിതമായി സംസ്കരിച്ചു. പൊള്ളുന്ന ആ കാഴ്ച കണ്ട് ഇളം പെയ്തൽ പൊട്ടിക്കരഞ്ഞു. കാലം കടന്നുപോയി. ഇളം പെയ്തൽ വളർന്നു സുന്ദരിയായി കൊട്ടാരത്തിൻ്റെയേറെ ഇളമോർ തമ്പുരാന്റെ തമ്പുരാട്ടിയായി മറ്റൊരു ചന്ദനക്കട്ടിൽ തന്നെ പണി കഴിപ്പിച്ചു. മട്ടുപ്പാവിൽ തന്റെ പ്രീതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആ കട്ടിലേക്ക് പ്രീതമൻ അവളെ സ്നേഹപൂർവ്വം ആനയിക്കുമ്പോൾ ആ കൊച്ചു തമ്പുരാട്ടി എന്തോ ഓർക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഓർന്നിരിക്കുന്നു. അവൾ കരയുകയാണോ? അവളുടെ കൺകളിൽ നിന്ന് രണ്ടു കവിളിലും കൂടിയൊലിച്ചു കണ്ണീർ. അവളുടെ കൺകളിൽ നിന്ന് രണ്ടു കവിളിലും കൂടിയൊലിച്ചു കണ്ണീർ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ. ഉത്തരം കണ്ടെത്താൻ സഹൃദയരെ ചുമതലപ്പെടുത്തട്ടെ. മരണത്തിലും സ്വന്തം കുഞ്ഞിനു വേണ്ടി ദാഹിക്കുന്ന മഹനീയ മാതൃത്വത്തിനും മുന്നിൽ ശിരസ് നമിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിളിക്കൂട്ടം, ഓ കിളിക്കൂട്ടം. തളാപ്പ് ഇസ്സത്തുൽ ഇസ്ലാം MLP സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.